ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ. സോ മക്കളെ, നമുക്ക് എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതാണ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. നിങ്ങൾ PYQs ഏത് എടുത്ത് നോക്കിയാലും നമുക്ക് എന്തായാലും കാണാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത് കേട്ടോ. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നുള്ളത്. സോ നമ്മളത് പഠിക്കാതെ എക്സാമിന് എന്തായാലും എന്ത് ചെയ്യരുത്, പോവരുത്. സോ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്നൊന്ന് ആ ഒരു ഫങ്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്ത് പോവാം. അതിൽ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഫംഗ്ഷൻസിന് തന്നെ എഗെയിൻ നമുക്ക് രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തേക്കാം കേട്ടോ. അതിൽ ഒന്നാമത്തേതാണ് പ്രൈമറി ഫംഗ്ഷൻസ് എന്ന് പറയും. അതിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ സെക്കൻഡറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് പിന്നെയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഒരു ഡിവിഷനും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതിൽ പ്രൈമറി ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഒരു ബാങ്കിന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഏതൊക്കെയായിരിക്കും എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ ആണ് മക്കളെ, അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്. ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിക്കിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നുണ്ട്. ആ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത് നമ്മൾ ഇനി പറയാൻ പോകുന്ന ഫോംസ്, ഡിഫറെന്റ് ഫോംസിലായിരിക്കും. അത് ഏതൊക്കെയാണ്? അതിൽ ഫസ്റ്റ് വൺ ആണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ ടേം ഡിപ്പോസിറ്റ് എന്ന് നമ്മൾ പറയും. FD അല്ലെങ്കിൽ ടേം ഡിപ്പോസിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? A fixed amount of money is deposited for a fixed period. ഒരു ഫിക്സഡ് amount of money ഒരു ഫിക്സഡ് പീരീഡിലേക്ക് നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ ടേം ഡിപ്പോസിറ്റ് എന്നൊക്കെ പറയുന്നത്. ആ ഒരു ഫിക്സഡ് പീരീഡ് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു എമൗണ്ട് നമുക്ക് ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ജനറലി ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇത്തരത്തിലുള്ള ഡെപ്പോസിറ്റിന് ബാങ്ക് എന്ത് ചെയ്യുന്നത്, പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നത് കേട്ടോ. ഇനി പ്രീമച്യൂർ വിഡ്രോവൽ ആണെന്ന് വിചാരിക്കുക. ആ ഒരു ടൈം പീരീഡ് കഴിയുന്നതിന് മുന്നേ നമ്മുടെ ഡെപ്പോസിറ്റർ ഫണ്ട് എന്ത് ചെയ്യാണ്, വിഡ്രോ ചെയ്യാണ്. 5 വർഷത്തേക്ക് അയാൾ FD ഇട്ടു, പക്ഷെ അയാൾ ഒരു 3 വർഷമായപ്പോൾ തന്നെ ആ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അത്രയും തന്നെ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യൂല, ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടൂല. അതിൽ നിന്ന് അവർ ഇൻട്രസ്റ്റ് കട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയാണ് FD അല്ലെങ്കിൽ ടേം ഡെപ്പോസിറ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. സോ ഒന്നെങ്കിൽ FD ആയിട്ടായിരിക്കും ബാങ്ക് എന്ത് ചെയ്യുന്നത്, പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ കറന്റ് ഡിപ്പോസിറ്റ് ഉണ്ട്. കറന്റ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്, this deposit is available to the business person. ബിസിനസ് പേഴ്സൺസ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിപ്പോസിറ്റ് ആണ് കറന്റ് ഡിപ്പോസിറ്റ്. അവർ യൂസ് ചെയ്യുന്ന അക്കൗണ്ട് ആണ് എന്ത്, കറന്റ് അക്കൗണ്ട്. സോ ആ ഒരു അക്കൗണ്ടിന്റെ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പോസിറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മണി ക്യാൻ ബി ഡിപ്പോസിറ്റഡ് ഇൻ ദിസ് അക്കൗണ്ട് എനി നമ്പർ ഓഫ് ടൈം ആൻഡ് ക്യാൻ വിഡ്രോ ആസ് ആൻഡ് വെൻ റിക്വയർഡ്. പൈസ നമുക്ക് എന്ത് ചെയ്യാം, എത്ര തവണ വേണമെങ്കിലും, എത്ര എമൗണ്ട് വേണമെങ്കിലും, എത്ര സമയം വേണമെങ്കിലും ആ ഒരു അക്കൗണ്ട് ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസാക്ഷൻസ് നടത്താം. യൂഷ്വലി നമ്മുടെ അക്കൗണ്ട് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തുണ്ട്, നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് അല്ലെ, ഇത്ര എമൗണ്ട് അല്ലെങ്കിൽ ഇത്ര ടൈംസ് എന്ന് പറയുന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരിക്കും. കറന്റ് ഡിപ്പോസിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ലിമിറ്റേഷൻസും കാര്യമൊന്നുമില്ല. പൈസ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്യാം, എത്ര സമയം വേണമെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്യാം, എത്ര എമൗണ്ട് വേണമെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്യാം, എത്ര വേണമെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്യാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. അതുകൊണ്ട് തന്നെ ജനറലി ദ ബാങ്ക് ഡസ് നോട്ട് പേ ഇൻട്രസ്റ്റ് ഓൺ ദിസ് ഡിപ്പോസിറ്റ്. അതുകൊണ്ട് തന്നെ ഈ കറന്റ് ഡെപ്പോസിറ്റിന്റെ മുകളിൽ ബാങ്ക് എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നും പബ്ലിക്കിന് കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം അതിൽ ഫണ്ട് അങ്ങനെ ഇട്ട് വെക്കുന്നില്ല, അവരിങ്ങനെ ട്രാൻസാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ഒന്നും നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ നെക്സ്റ്റ് വരുന്നത് സേവിങ്സ് ഡിപ്പോസിറ്റ് ആണ്. ഇപ്പൊ നമുക്കൊക്കെ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കുമല്ലോ നമ്മൾ യൂസ് ചെയ്യുന്ന, അതൊക്കെ എന്തായിരിക്കും, സേവിങ്സ് അക്കൗണ്ട് ആണ് കേട്ടോ. ബാങ്ക് എന്താണ്, ആൾക്കാരുടെ, നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പബ്ലിക്കിന്റെ സേവിങ് ഹാബിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു ഡിപ്പോസിറ്റ് ആണ് സേവിങ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. ബാങ്ക് പേ ഇൻട്രസ്റ്റ് ആസ് ഡിസൈഡഡ് ബൈ RBI ഓൺ ദിസ് ഡിപ്പോസിറ്റ്. ഇതിന്റെ മുകളിൽ നമുക്കൊരു ഇൻട്രസ്റ്റ്, RBI എത്രയാണോ പറയുന്നത് ആ ഒരു ഇൻട്രസ്റ്റ് ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിന് പേ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. യൂഷ്വലി വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് മാത്രമേ നമുക്ക് സേവിങ് ഡിപ്പോസിറ്റിൽ നിന്നും ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിക്കുള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്ന ഡിപ്പോസിറ്റ് ആണ് റിക്കറിംഗ് ഡിപ്പോസിറ്റ്, RD എന്ന് പറയും കേട്ടോ. അതായത് FDന്റെ നേരെ FD ആയിട്ട് തന്നെ കുറച്ച് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഡിപ്പോസിറ്റ് തന്നെയാണ്. ഹിയർ എ ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി ഈസ് ഇൻവെസ്റ്റഡ് ഫോർ എ ഫിക്സഡ് പീരീഡ് അറ്റ് എ റെഗുലർ ഇന്റർവൽ. FDയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ഫിക്സഡ് എമൗണ്ട് ഒരു ഫിക്സഡ് പീരീഡിലേക്ക് എന്ത് ചെയ്യാണ്, ഡിപ്പോസിറ്റ് ചെയ്യാണ്. RDയിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് എന്ത് ചെയ്യാണ്, റെഗുലർ ഇന്റർവെല്ലിൽ ഒരു ഫിക്സഡ് പീരീഡിലേക്ക് ഇടുകയാണ്. ഇപ്പോൾ 2000 റുപ്പീസ് ആണെന്ന് വിചാരിക്കുക. 2000 റുപ്പീസ് നമ്മൾ മന്ത്ലി എന്ത് ചെയ്യാണ്, ഒരു 5 വർഷത്തേക്ക് ബാങ്കിൽ നിക്ഷേപിക്കുകയാണ്. അതാണ് RD എന്ന് പറയുന്നത്. ചിലപ്പോഴൊക്കെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ ഒറ്റയടിക്ക് എടുക്കാൻ ഒരു ഫിക്സഡ് എമൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, RD ചൂസ് ചെയ്യാവുന്നതാണ്. സോ മന്ത്ലി നമുക്കൊരു പെർട്ടിക്കുലർ എമൗണ്ട്, ഇപ്പൊ 2000 3000 എത്രയാന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് റെഗുലർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ടിലേക്ക് ഇടാം. അതൊരു ഫിക്സഡ് പീരീഡിലേക്ക്, ഇപ്പോൾ ഒരു 5 വർഷത്തേക്കാണെങ്കിൽ 5 വർഷത്തേക്ക്, ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇൻട്രസ്റ്റ് ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് സേവിംഗ് ഡിപ്പോസിറ്റ്. സേവിംഗ് ഡിപ്പോസിറ്റിനേക്കാൾ കൂടുതൽ നമുക്ക് ഇൻട്രസ്റ്റ് എന്തിന് കിട്ടുന്നതായിരിക്കും, RDക്ക് കിട്ടുന്നതായിരിക്കും. എന്നാൽ FDനേക്കാളും കുറവായിരിക്കും കിട്ടുന്നത് ഇൻട്രസ്റ്റ്.
ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങളാണ് ആർ ഡിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. സോ ബാങ്ക് കസ്റ്റമറിൽ നിന്നും അല്ലെങ്കിൽ പബ്ലിക്കിൽ നിന്നും ഡിപ്പോസിറ്റ് സ്വീകരിക്കുന്ന 4 ഫോംസ് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലായല്ലോ. എഫ് ഡി ഉണ്ട്, അതുപോലെ തന്നെ കറന്റ് ഡിപ്പോസിറ്റ് ഉണ്ട്, സേവിംഗ് ഡിപ്പോസിറ്റ് ഉണ്ട്, ആൻഡ് ആർ ഡി റിക്കറിംഗ് ഡിപ്പോസിറ്റ് ഉണ്ട്. ഈ 4 രീതിയിലായിരിക്കും പബ്ലിക്കിൽ നിന്നും ഫണ്ട് ബാങ്ക് സ്വീകരിക്കുന്നുണ്ടായിരിക്കുക. സോ ഒന്നാമത്തെ ഫംഗ്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ലെൻഡിങ് ഓഫ് ഫണ്ട്. അതായത് ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കൊരു ഫണ്ടിന് ആവശ്യം വന്നാൽ നമ്മൾ പലപ്പോഴും അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ വിചാരിക്കുക എന്താടാ, ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കാം. സോ അതാണ് ലെൻഡിങ് ഓഫ് ഫണ്ട് എന്നുള്ളത് കേട്ടോ. ലെൻഡിങ് മീൻസ് പ്രൊവൈഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു നീഡി പേഴ്സൺസ്. ആവശ്യക്കാർക്ക് ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുക. അത് എന്തിന്റെ രൂപത്തിലാവാം? ക്യാഷ് ക്രെഡിറ്റിന്റെ രൂപത്തിലാവാം, ഓവർ ഡ്രാഫ്റ്റിന്റെ രൂപത്തിലാവാം, ഇനി ടേം ലോൺസിന്റെ രൂപത്തിലാവാം, ഡിസ്കൗണ്ടിങ് ഓഫ് ട്രേഡ് ബിൽസ് ആവാം, അല്ലെങ്കിൽ കൺസ്യൂമർ ക്രെഡിറ്റ് എക്സെട്ര. ഇങ്ങനെ ഡിഫറെന്റ് രീതിയിലായിരിക്കും ആവശ്യക്കാർക്ക് ബാങ്ക് എന്ത് ചെയ്യുന്നത്? ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതാണ് ലെൻഡിങ് ഓഫ് ഫണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ചെക്ക് ഫെസിലിറ്റി. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് ബാങ്ക് കൊടുക്കുന്ന ഒരു ഫെസിലിറ്റി ആണ് എന്ത്? ചെക്ക് ഫെസിലിറ്റി കേട്ടോ. കളക്ഷൻ ഓഫ് ചെക്ക് ഈസ് എൻ ഇമ്പോർട്ടന്റ് സർവീസ് പ്രൊവൈഡഡ് ബൈ ദ ബാങ്ക് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ടൈപ്പ് ഓഫ് ചെക്ക് വരുന്നുണ്ട്. ഒന്ന് ബാരർ ചെക്ക്, രണ്ടാമത്തത് ക്രോസ്ഡ് ചെക്ക്. ബാരർ ചെക്ക് എന്ന് പറയുന്നത് ബാങ്കിന്റെ കൗണ്ടറിൽ പോയിട്ട് ആർക്ക് വേണമെങ്കിലും, 6 ചെക്കായിട്ട് ആരാണോ പോകുന്നത് ആർക്ക് വേണമെങ്കിലും പോയിട്ട് ക്യാഷ് ചെയ്യാം. ക്രോസ്ഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല. വിച്ച് ആർ ടു ബി ഡിപ്പോസിറ്റഡ് ഓൺലി ഇൻ ദ പേഴ്സൺസ് അക്കൗണ്ട്. ആ ഒരു പേഴ്സൺ ആരുടെ പേരിലാണോ ഫണ്ട് ഉള്ളത്, ആ ഒരു ചെക്കിൽ പേര് amount എഴുതിയിട്ടുള്ളത് അയാളുടെ അക്കൗണ്ടിലേക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ ഒരു ഫണ്ട് ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആർക്കെങ്കിലും പോയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതാണ് 2 ടൈപ്സ് ഓഫ് ചെക്ക്. ഇത് ചെക്കിന്റെ ഒരു ഫോർമാറ്റ് ആണ്. സോ ചെക്ക് ഫെസിലിറ്റി ആണ് നെക്സ്റ്റ് വരുന്ന ഒരു ഫംഗ്ഷൻ. നാലാമത്തെ ഫംഗ്ഷൻ ആണ് റെമിറ്റൻസ് ഓഫ് ഫണ്ട്. അതായത് ബാങ്ക് പ്രൊവൈഡ് ദ ഫെസിലിറ്റി ഓഫ് ഫണ്ട് ട്രാൻസ്ഫർ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. അത്തരത്തിലൊരു ഫെസിലിറ്റി ബാങ്ക് കസ്റ്റമേഴ്സിന് തരുന്നുണ്ട് ബൈ യൂസിങ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ബാങ്കിന്റെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് യൂസ് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ പേ ഓർഡർ യൂസ് ചെയ്തിട്ടാവാം. ഇനി ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തുണ്ട്? നമുക്ക് RTGS, നെഫ്റ്റ് അല്ലെ, അങ്ങനെ ഒരുപാട് മെത്തേഡുകളുണ്ട്. നമ്മളിപ്പോൾ ഗൂഗിൾ പേ യൂസ് ചെയ്യാറുണ്ട്, Paytm യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ എന്താണ്? ഫണ്ട് റെമിറ്റൻസ് തന്നെയാണ്. ബാങ്ക് കസ്റ്റമേഴ്സിന് തരുന്ന ഒരു ഫെസിലിറ്റിയാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയാണ് നമ്മുടെ പ്രൈമറി ഫംഗ്ഷൻസിൽ വരുന്നത്. അതായത് ഒരു ബാങ്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ. ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു, ആൾക്കാർക്ക് ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കുന്നു, ദെൻ ഫണ്ട് റെമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, അതുപോലെ ചെക്ക് ഫെസിലിറ്റി കൊടുക്കുന്നു, ഇതൊക്കെ. ഇനി വരുന്നതാണ് സെക്കൻഡറി ഫംഗ്ഷൻ. ഇതിൽ നമുക്കൊരു ഫംഗ്ഷൻ ആണ് പഠിക്കാനുള്ളത്, അലൈഡ് സർവീസസ്. നമ്മൾ ഈ പറഞ്ഞതൊന്നും അല്ലാത്ത വേറെ കുറച്ച് സർവീസസ് ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലുള്ളതാണ് നോക്കിക്കോ. സർട്ടൻ സർവീസസ് ലൈക്ക് കളക്ഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് ചെക്ക്. കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ ചെക്ക് കളക്ട് ചെയ്യുക, പേയ്മെന്റ് ചെയ്യുക. അതുപോലെ തന്നെ ലോക്കർ ഫെസിലിറ്റീസ്. നമുക്ക് എന്തെങ്കിലും പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസോ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ബാങ്കിൽ ലോക്കർ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് കസ്റ്റമേഴ്സിന്. സോ നമുക്ക് ആ ലോക്കർ എടുത്തു കഴിഞ്ഞാൽ വളരെ സേഫ് ആയിട്ട് നമുക്കതൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ കളക്ഷൻ ഓഫ് ഡിവിഡൻഡ് ആൻഡ് പേയ്മെന്റ് ഓഫ് ഇൻഷുറൻസ് പ്രീമിയം അല്ലെ. ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യുക നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ ഡിവിഡൻഡ് സ്വീകരിക്കുക. ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്ട്രാ സർവീസസ് ആണ്. ഇതിനെയാണ് നമ്മൾ അലൈഡ് സർവീസസ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് വരുന്നത് എന്തിലാണ്? സെക്കൻഡറി ഫംഗ്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നുള്ള രീതിയിലാണ്. സോ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ആദ്യം തന്നെ അത് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. പ്രൈമറി ഫംഗ്ഷൻ, സെക്കൻഡറി ഫംഗ്ഷൻ. പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നതിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളും, സെക്കൻഡറി ഫംഗ്ഷൻ എന്ന് പറയുന്നതിൽ ലോക്കർ ഫെസിലിറ്റീസും പേയ്മെന്റ് ഓഫ് ഇൻഷുറൻസും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. സോ ക്ലിയർ ആണല്ലോ. ഇത് നമ്മുടെ ഒരു 8 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സോ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക, പോയിന്റ് ഒന്നുപോലും വിട്ടു പോവാതിരിക്കുക. സോ മക്കളെ ഇത്തരത്തിലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു സോ മച്ച്.